ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകദേശം 20 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ഘട്ടത്തിൽ മക്കയിൽ വെച്ചുണ്ടായ ഒരു സംഭവവും ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പങ്കാളിത്തവും പിൽക്കാലത്ത് ഓർത്തെടുക്കുകയും ഇന്നും അത്തരം സംഭവങ്ങളുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 20 വയസ്സൊക്കെ പ്രായം കാണുന്ന ഒരു കാലഘട്ടത്തിൽ മക്കത്തേക്ക് കച്ചവടാർത്ഥം ഒരു മനുഷ്യൻ കടന്നു വരികയുണ്ടായി. അയാളുടെ ചരക്കുകൾ, ധാരാളം ചരക്കുകളുമായി വിൽക്കാൻ മക്കയിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആസിമുൽ വാഗിൽ സഹമി എന്ന് പറയുന്ന വ്യക്തി, വളരെ പ്രമാണിയാണ്, മക്കയിലെ പ്രബല ഗോത്രത്തിൽപ്പെട്ട പ്രമാണിയായ മനുഷ്യൻ, ഈ മനുഷ്യൻ കൊണ്ടുവന്ന മുഴുവൻ ചരക്കുകളും അടങ്കൽ വിലക്ക് എടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഇദ്ദേഹം ആ മനുഷ്യനിൽ നിന്ന് വില പറഞ്ഞുറപ്പിച്ചു, കച്ചവടം പൂർത്തീകരിച്ചു, സാധനം വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ വാങ്ങിച്ച സാധനത്തിനൊന്നും ഈ മനുഷ്യൻ പൈസ കൊടുത്തില്ല. തൻ്റെ പൈസ നഷ്ടപ്പെടുകയും തൻ്റെ ചരക്ക് മുഴുവൻ ഒരു മനുഷ്യൻ തന്ത്രപൂർവ്വം കബളിപ്പിച്ച് സ്വന്തമാക്കുകയും ചെയ്തു പോയൊരു സാഹചര്യത്തിൽ തികച്ചും നിസ്സഹനായി നിന്നുപോയ ആ മനുഷ്യൻ, ആ വരുത്തൻ വിദേശി, അവിടെ കണ്ട പ്രമാണികളോട്, തൻ്റെ പരിചയക്കാർ, മുൻ പരിചയമുള്ള ചില ആൾക്കാരോട്, മക്കയിൽ കണ്ടുവന്ന ആ കാബയുമായി ചുറ്റുപറ്റി കണ്ട പ്രധാനപ്പെട്ട ചില വ്യക്തികളോടൊക്കെ തൻ്റെ സാഹചര്യം ബോധ്യപ്പെടുത്തി. ഇന്ന ആളുമായി ഞാൻ കച്ചവടം നടത്തി, ഒരു ചില്ലി കാശ് എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഈ വിഷയത്തിൽ ഇടപെടണം, ഒന്ന് സംസാരിക്കണം, എനിക്ക് നീതി കിട്ടണം എന്ന നിലയിൽ പല വ്യക്തികളോട് ഈ മനുഷ്യൻ നടന്നു പറഞ്ഞു നോക്കി. പക്ഷേ ആസിമുന് വാഗിൽ സഹമി ഗോത്രക്കാരനായ ആസിമുനോട്, ആ പ്രമാണിയോട് ഈ വിഷയത്തിൽ സംസാരിക്കാനോ ചർച്ചയ്ക്ക് നിൽക്കാനോ സംവദിക്കാനോ ആരും തയ്യാറായില്ല. പക്ഷെ ഇത്രയും വലിയ ചരക്ക് വിറ്റിട്ട് 5 കാശില്ലാതെ ഈ മനുഷ്യന് മടങ്ങിപ്പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ ജബുൽ അബി ഖുബൈസിൻ്റെ മുകളിലേക്ക് കയറി. അബു ഖുബൈസ് എന്ന ആ കുന്നിന് മുകളിലേക്ക് കയറി മനുഷ്യൻ നിന്നിട്ട് കവിത രൂപത്തിലും പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലുമൊക്കെ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ നിസ്സഹായതയും അവസ്ഥയും അയാൾ നീതിക്ക് വേണ്ടിയുള്ള യാചനയും നടത്തിക്കൊണ്ടിരുന്നു. ഈ കവിത അവിടെ അലയൊലിയായി നിന്നു, ജനങ്ങളുടെ കാതുകളിലേക്ക് അതെത്തി. പലരും കേട്ട ഭാവം നടിച്ചിട്ടില്ല. എന്നാൽ ചില ആൾക്കാരൊക്കെ അത് ഉണർന്നു. ഒരു മനുഷ്യൻ, ഒരു വിദേശി വന്നിട്ട് അയാളുടെ ചരക്ക് വിട്ടിട്ട് അതിന് പൈസ കിട്ടാതെ നിവർത്തി കെട്ടി ഇങ്ങനെ ഒരു മലമുകളിൽ കയറി നിന്നിട്ട് യാചിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിന് എത്ര വലിയ കളങ്കമാണിത് എന്ന് ആലോചിച്ചു. ആ ആലോചന ഒരു കൂട്ടം ആൾക്കാരിലേക്ക്, അവിടുത്തെ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അത് ഏറ്റെടുത്തു. ആലോചന ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. ആ മീറ്റിംഗ് അവിടെ കൂടുന്നു, ആ വലിയൊരു ചർച്ച അവിടെ നടക്കുന്നു. വലിയൊരു ആൾക്കൂട്ടം, ഒരു സംഘം ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്നു. ഒരു കാരണവശാലും നമ്മുടെ പ്രദേശത്ത് വരുന്ന ഒരു വ്യക്തിക്കും അനീതി ഉണ്ടാകാൻ പാടില്ല, എല്ലാവർക്കും നീതി കിട്ടണം. ആ നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു സംഘടനയായി നമുക്കിവിടെ പ്രവർത്തിക്കാം. ഒരു സംഘമാണ്. ഇവിടെ ആർക്ക് അനീതി നടന്നാലും, നമ്മുടെ നാട്ടിൽ വന്നു പോകുന്ന ഒരു മനുഷ്യനും അനീതി നടക്കാൻ പാടില്ല. നടന്നാൽ അത് ചോദ്യം ചെയ്തിട്ട് നീതി നടപ്പിലാക്കാൻ വേണ്ടി നമുക്കൊരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കണം. ഈ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ ആ വിഷയത്തിൽ ഇടപെട്ടു, അത് പരിഹരിച്ചു. അത് മുതൽ തുടങ്ങിയിട്ട് ആ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാവരും ചേർന്നിട്ട് അവിടെ നീതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ആ സംഘടനാ ചർച്ചയിൽ പങ്കാളിയായിരുന്നു 20 വയസ്സുള്ള മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ചർച്ചയിൽ പങ്കാണ്. അത് ഹെൽഫുൽ ഫുളൈൽ എന്നറിയപ്പെടുന്ന ഒരു സംഘം, ഒരു ചർച്ചയാണ്, അതൊരു യൂണിറ്റാണ്, അത് മീറ്റിങ്ങും അങ്ങനെ അറിയപ്പെടുന്നത്. ആ സംഘടനയും ആ പേരിൽ അറിയപ്പെടുന്നത്. ഫുളൈൽ എന്ന പേരുള്ള 3 വ്യക്തികൾ, 3 പേർ പൂർവ്വകാലത്ത് അറേബ്യയിൽ നിന്നിരുന്ന നീതിക്ക് വേണ്ടി സംഘടിക്കുകയും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികൾ. അവർ 3 പേരുടെയും പേര് ഫുളൈൽ എന്നാണ്. അവർ 3 മൻ ആർമി എന്ന് പറയുമ്പോൾ ഒരു 3 പേർ ചേർന്നൊരു സൈന്യം അവിടെ ഉണ്ടായിരുന്നു. അവരാണ് പഴയ കാലത്ത് ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരു മൂവർ സംഘം.
ആ സംഘത്തിന്റെ പേര് കടമെടുത്തിട്ടാണ് ഈ ഹെൽഫുൽ ഫുദൈൽ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേരുണ്ടാക്കുന്നത്. ആ സംഘടനയിലെ പ്രധാനപ്പെട്ട വക്താവായിരുന്നു, ഒരു അംഗമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിൽ ഒരു സമൂഹത്തിന് ബാധിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാനും എല്ലാ ജനങ്ങൾക്കും നീതി ലഭ്യമാകാനും അത് ഉറപ്പുവരുത്താനും വേണ്ടി ഇനിയും ഒരു സംഘടന രൂപപ്പെട്ടു വന്നാൽ ഏത് കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ റസൂൽ ഓർത്തെടുക്കുകയാണ്. പ്രവാചകത്വം പൂർത്തീകരിക്കപ്പെടുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീന കാലഘട്ടത്തിലേക്ക് മാറ്റിപ്പർപ്പിക്കപ്പെടുകയും ചെയ്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയും സത്യവും ധർമ്മവും ഒക്കെ ജനങ്ങളെ അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിനും 20 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ നിറഞ്ഞ യൗവന കാലഘട്ടത്തിൽ താൻ പങ്കാളിയായ ഒരു ദൗത്യം, ആ ദൗത്യത്തെ ഓർത്തെടുത്തിട്ട് പ്രവാചകർ പറയുന്നുണ്ട്, ഇനിയും ഇസ്ലാമിന് ശേഷവും ഈ ഇസ്ലാമിൽ ഞാൻ പ്രബോധകനായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും ജാതി മത ഭേദമന്യേ മനുഷ്യർ നീതിക്ക് വേണ്ടി സംഘടിക്കുന്നുണ്ട് എങ്കിൽ ആ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു ആശയമാണിത്. നമുക്കിത് എന്തുകൊണ്ട് റസൂൽ പറഞ്ഞു എന്നറിയുമോ? പ്രവാചകൻ വന്നു, സത്യവും നീതിയും ധർമ്മവും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ. അത്രമേൽ ശക്തമായ ഒരു നീതിയുടെ സാമ്രാജ്യം അള്ളാഹുവിൻ്റെ റസൂൽ പണിതെടുത്തിട്ടുണ്ട്. എന്നിട്ടും പറയാണ്, ജാതി മത ഭേദമന്യേ ഏത് മനുഷ്യനുമായി ചേർന്ന് നിൽക്കാൻ ഞാൻ തയ്യാറാണ്, ഏത് സംഘടനക്കാരനുമായും ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്, ഏത് ആശയക്കാരനുമായും ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഏത് വിഷയത്തിൽ? ജനങ്ങൾക്ക് നീതി കിട്ടുന്ന വിഷയത്തിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഇത്രയേറെ ഗൗരവത്തോടെ നീതിയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കും ചേർന്ന് പ്രവർത്തിക്കാൻ റസൂൽ തയ്യാറായി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ, ഒരു വ്യക്തിക്ക് ഇവിടെ ജീവൻ നിലനിർത്താൻ വെള്ളവും വായുവും ഭക്ഷണവും എത്ര കണ്ട് അനിവാര്യമാണോ അതിനേക്കാൾ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ സമാധാനവും സന്തുലിതത്വവും നിലനിൽക്കാൻ നീതി അനിവാര്യമാണ് എന്ന് പ്രവാചകന്റെ ബോധ്യമാണത്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട വലിയൊരു അധ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത്. നീതി എന്നുള്ളത് അത് പറയാൻ എളുപ്പമുള്ളൊരു വാക്കെന്ന നിലയിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോഴും നീതി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരു സമൂഹത്തിന് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല, വലിയ ധാരണയില്ല. അനീതി പച്ചയായി നടമാടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നീതിയെക്കുറിച്ചുള്ള സംസാരത്തെക്കുറിച്ച് വലിയ ഗൗരവം നമ്മൾ കൊടുക്കാറ് പോലുമില്ല. എന്നാൽ നീതി ഇല്ലാതെ പോകുന്നൊരു സാഹചര്യം ഒരു സമൂഹത്തിൻ്റെ അസ്ഥിവാരം പോലും തകർക്കും, അവരുടെ ധാർമ്മികതയെ തകർക്കും, അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യപ്പെടും. അഴിമതിയും അരാജകത്വങ്ങളും അധാർമികതയും ഒരു സമൂഹത്തിൽ അടിഞ്ഞുകൂടും. ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സന്തുലിതമായ അവസ്ഥയും സമാധാനപരമായ അന്തരീക്ഷവും നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാ നീതി. നമ്മൾ ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നോക്കൂ, ഇന്ത്യ രാജ്യം ഒരു സ്വാതന്ത്ര്യം കൂടി ആഘോഷിക്കാൻ പോവുകയാണ്. ഈ 79ാമത് വാർഷികം ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കാൻ വേണ്ടി ഈ രാജ്യമെമ്പാടും ഒരുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രാജ്യം പോലും കടന്നു പോകുന്നത് അനീതിയുടെ തടവറയിലാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യം കിട്ടി 47-ൽ. അതിനുശേഷം ഇന്ത്യ ഒരു ഫണ്ടമെന്റൽ രാഷ്ട്രമായി, ഒരു സ്വതന്ത്ര ഭരണകൂടമായി മാറുന്നു, റിപ്പബ്ലിക്കായി മാറുന്നുണ്ട്. ഇന്ത്യക്ക് വ്യക്തമായ ഒരു ഭരണഘടന രൂപപ്പെടുന്നുണ്ട്, നീതിന്യായ വ്യവസ്ഥകൾ എഴുതപ്പെടുന്നുണ്ട്. എല്ലാം എഴുതപ്പെട്ടു ഒരു റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം ഈ രാജ്യം ഇന്നും നീതി നിഷ്ഠയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ അനീതിയുടെ തടവറയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളത് എത്ര ഖേദകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു റിപ്പബ്ലിക്കായി മാറി നമ്മൾ ആഘോഷിക്കുകയാണ്, ഒരു ഭരണഘടനയുണ്ട്, ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഈ രാജ്യത്ത് വ്യാപകമായി അനീതി പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അനീതി പെരുകിയത് കൊണ്ടാണ് ഈ രാജ്യത്തിന് ദുർഗതി ഉണ്ടായത്. ഈ നീതി ഇവിടെ നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. ആ നീതിയോടുകൂടി നിൽക്കുമ്പോഴാണ് ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക. അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പോലും കാതൽ എന്താണ്? 3 അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. 3 അടിത്തറകളാണ്, 3 സ്തൂപങ്ങളാണ് ഇന്ത്യ എന്ന ഭരണഘടന പോലും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തത് ഒരു ഫ്രീഡമാണ്, ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം. രണ്ടാമത് ഈക്വാളിറ്റിയാണ്, സമത്വമാണ്. മൂന്നാമത് ജസ്റ്റിസ് ആണ്, നീതിയാണ്. ഈ 3 കാര്യങ്ങളിലാണ് നീതിയും സ്വാതന്ത്ര്യവും സമത്വവും ഇത് 3ഉം സമ്മേളിക്കുന്നിടത്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പോലും ആത്മാവിന് ജീവൻ ഉണ്ടാവുക. അതിന് ഇന്ത്യക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾക്ക് നീതി ഉണ്ടാകണം. ഇന്ന് പച്ചയായ നീതി നിഷേധം സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പൗരനെ പോലും നീതി ഉറപ്പാക്കാൻ കഴിയാതെ ഈ രാജ്യം സ്വാതന്ത്ര്യത്തിലെത്തി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും പറഞ്ഞു പോയിട്ടുള്ളത്.
നമുക്ക് എത്ര പച്ചയായ അനീതിയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനീതികൾ സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെതിരെ ശബ്ദിക്കാൻ നാവ് പൊന്താതെ പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളും എത്തിയിട്ടുണ്ട്. അത് വലിയ നിസ്സഹതയാണ്, വല്ലാത്തൊരു പരാജയമാണ്, വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ് നിങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കണമെന്നാണ് കൽപ്പിക്കുന്നത്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണേ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷിയായി നിൽക്കണമെന്ന്, നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന വിശ്വാസികളോട്. നോക്കൂ, പച്ചയായ അനീതികൾ ഈ രാജ്യത്ത് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാജ്യത്ത് എവിടെ നോക്കിയാലും, എവിടെ നിയമങ്ങൾ, നീതി നടപ്പിലാക്കുന്നത്, നിയമഭാഷയുള്ള രാജ്യമാണിത്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ പോലും ഇവിടെ നിയമവാഴ്ചയാണ് നടക്കുന്നത്. ഇവിടെ നിയമങ്ങളുണ്ട്. നിങ്ങൾ നടത്തുന്ന സമരങ്ങൾ ഓരോന്നും ഈ നിയമലംഘനങ്ങളാണ്, നിയമങ്ങൾക്കെതിരാണ് എന്ന് ഗാന്ധിജിയോട് ബ്രിട്ടീഷുകാർ പറയുമ്പോൾ, നിയമങ്ങൾ നീതിക്ക് വേണ്ടിയാകാത്തിടത്തോളം ഇവിടെ കത്തുന്ന തീയായി നമ്മൾ മാറും. ഈ നിയമത്തിനെതിരെ പോരാടുന്ന പടവാളുകളായി ഞങ്ങൾ മാറും. നിയമങ്ങൾ എപ്പോഴും നീതിക്ക് വേണ്ടി ശബ്ദിക്കട്ടെ എന്ന്. ഈ നിയമങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് നീതിക്ക് വേണ്ടി നിൽക്കണം. ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു സുപ്രീം കോടതിയുണ്ട്, അതിന് കീഴിൽ എത്രയോ ബെഞ്ചുകളുണ്ട്. ഒരു സുപ്രീം കോടതിയും 25 ഹൈക്കോടതികളും, താഴെ ലക്ഷക്കണക്കിന് വരുന്ന മുനിസിപ്പൽ കോടതി ഉണ്ടാകും, ജില്ലാ കോടതി ഉണ്ട്, മജിസ്ട്രേറ്റ് കോടതി ഉണ്ട്. അങ്ങനെ എത്രമാത്രം കോടതി സംവിധാനങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാ? നിയമം നടപ്പിലാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി. പോലീസ് സംവിധാനങ്ങൾ, സേനകൾ, എത്രയേറെ സേനകൾ, അതിർത്തി കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ തുടങ്ങിയിട്ട് എത്രമാത്രം സൈനികരുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ നിയമം നടപ്പിലാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്താൻ വേണ്ടി. ഇന്ത്യയുടെ ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും ഭീമമായ തുക പോലും മാറ്റിവെക്കുന്നത് ഇന്ത്യയുടെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടിയോ ഈ കോടതി സംവിധാനങ്ങൾ മുഴുവൻ ഇവിടെ സംവിധാനിക്കപ്പെട്ടു, പോലീസ് സംവിധാനങ്ങൾ സംവിധാനിക്കപ്പെട്ടു. ഓരോ സ്റ്റേറ്റിലും വെവ്വേറെ, ഓരോ ജില്ലയിൽ വെവ്വേറെ, ഓരോ താലൂക്കിലും വെവ്വേറെ. അങ്ങനെ ഓരോ പ്രദേശത്തും നിയമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എത്രയേറെ ചിലവഴിച്ചുകൊണ്ട് ഈ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ജനങ്ങൾക്ക് നീതി അകലെ നിൽക്കുന്നു. നീതി കിട്ടുന്നില്ല ജനങ്ങൾക്ക്. ബാധിക്കപ്പെടുന്നവന് നീതിയില്ലാതെ പോകുന്ന സാഹചര്യം, അത് ഈ സമൂഹത്തിനുണ്ടാക്കുന്ന അരാജകത്വവും അധാർമികതയും എത്ര വലുതാണ് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ദീർഘവീക്ഷണം നടത്തിയിട്ടുണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു കാരണവശാലും അനീതി നടക്കാൻ പാടില്ല എന്ന് പ്രവാചകർ ചട്ടം കിട്ടിയിട്ടുള്ളത്. അനീതി നടക്കാനേ പാടില്ല ഒരാൾക്കും. എത്ര നിസ്സാരനാണെങ്കിൽ പോലും, എതിരെ നിൽക്കുന്നവൻ, ബാധിക്കപ്പെട്ടവൻ എത്ര നിസ്സാരനാണെങ്കിൽ പോലും അവന് നീതി ഉറപ്പാക്കണം. തീർച്ചയായിട്ടും അനീതി എന്നുള്ളത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അന്ധകാരമായിരിക്കും. അതിന് ഇരുട്ടിന്റെ സ്വഭാവമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് മനുഷ്യരെ നിങ്ങൾ. അതുകൊണ്ട് ഭൂമിയിൽ ഒരു അനീതിക്ക് നിങ്ങൾ കാരണക്കാരാകാൻ പാടില്ല. ഒരു മനുഷ്യന്റെ വിഷയത്തിൽ പോലും, ഒരു ചെറിയ മനുഷ്യന്റെ വിഷയത്തിൽ പോലും നിങ്ങൾ അനീതി കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇരുട്ടിലായി പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള പാഠം! 1552 കാലഘട്ടങ്ങളിൽ ഇന്ത്യ വളരെ വിഭജിക്കപ്പെട്ട സാഹചര്യം. ഓരോ നാട്ടിൻ രാജ്യങ്ങളായി ഭരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബംഗാൾ പ്രത്യേകമായ ഭരണത്തിന് കീഴില്ല. ബംഗാൾ പ്രത്യേകമായ ഒരു ഭരണത്തിന് കീഴിൽ, ആ ഭരണത്തിന് കീഴിൽ ബംഗാൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ബംഗാളിന്റെ ഭരണാധിപൻ സുൽത്താൻ, അവിടുത്തെ ഭരണാധിപൻ അദ്ദേഹത്തെ ഗിയാസുദ്ദീൻ അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഭരണാധിപൻ, അയാളെ സംബന്ധിച്ച് വലിയ ഇഷ്ടമാണ്. അയാൾ ഏറ്റവും വലിയ വിനോദം വേട്ടയാടലാണ്. അതുകൊണ്ട് നിരന്തരമായ പ്രാക്ടീസ് ഉണ്ട്. അമ്പെയ്ത്തിലും മറ്റും പരിശീലനങ്ങൾ നടത്തുകയും ഇടയ്ക്കിടയ്ക്ക് വിനോദത്തിന്റെ ഭാഗമായി വേട്ടയ്ക്ക് പോവുകയും ചെയ്യൽ പതിവാണ് ഈ മനുഷ്യന്. ഒരു സുൽത്താനാണ്, ആ നാടിന്റെ ചക്രവർത്തിയാണ്. ഈ ചക്രവർത്തി ഒരു ദിവസം പരിശീലനം നടത്തുമ്പോൾ അയാളുടെ അസ്ത്രം ഉന്നം തെറ്റിയിട്ട് ഒരു ബാലന്റെ പുറത്തു കൊണ്ടുപോയി കുഞ്ഞ് ആ സ്പോട്ടിൽ മരിച്ചുപോയി. അയാൾ അമ്പെയ്ത്ത് പരിശീലനം നടത്തുമ്പോൾ ഉന്നം തെറ്റി മാറിപ്പോയ ഒരു അസ്ത്രം ചെന്ന് പതിക്കുന്ന ഒരു പാവം പയ്യന്റെ പുറത്ത്, ആ സ്പോട്ടിൽ ആ പയ്യൻ മരിച്ചുപോയി. ആ പയ്യനാണെങ്കിലോ ഒരു പാവപ്പെട്ട വിധവയുടെ ഏകപുത്രൻ, ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. ആകെ ആശ്രയമായത് ഭാവി ആ സ്ത്രീ കണ്ടത് ഏക മകനിൽ. ആ പിഞ്ചുമകൻ ദാരുണമായി കൊല്ലപ്പെട്ട ആ സാഹചര്യത്തിൽ സങ്കടത്തോടുകൂടി ആ സ്ത്രീ നിന്നുപോയി. നിസ്സഹയായി ആരോട് പറയാൻ? ഈ നാടിന്റെ സുൽത്താനാണ് ആക്രമിച്ചിരിക്കുന്നത്. നാടിന്റെ സുൽത്താന്റെ കരങ്ങൾ കൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. ആരോട് പരാതി പറയുമെന്നും അറിയാതെ ആ സങ്കടങ്ങളെല്ലാം തന്നെ, അവിടെ ജുഡീഷ്യറി സംവിധാനമുണ്ട്, ആ ന്യായാധിപന്റെ മുമ്പിൽ പോയി അവർ സങ്കടം പറഞ്ഞു. എന്റെ മകനെ കൊന്നിരിക്കുന്നു, ഏക മകൻ, എന്റെ മകനെ കൊന്ന സുൽത്താനാണെന്ന് സുൽത്താനെ വിളിച്ചു വരുത്തി. ന്യായാധിപൻ മുമ്പിൽ നിർത്തിയിട്ട്, കോർട്ടിൽ നിർത്തിയിട്ട് പ്രൊസീഡ് എന്ന് മൂപ്പർക്കെതിരെ നിയമപരമായി കാര്യങ്ങൾ നീക്കി ചോദ്യങ്ങൾ ചോദിച്ചു. സുൽത്താൻ നിഷേധിച്ചില്ല, ഞാൻ തന്നെയാണ് കൊന്നത്. അയാൾക്ക് ആ വിഷയത്തിൽ സത്യസന്ധതയുണ്ട്. എന്റെ ഒരു മനഃപൂർവ്വമില്ല.
അബദ്ധത്തിൽ സംഭവിച്ചാണ്. ഞാൻ ആ ചെറുക്കനെ എയിം ചെയ്തിട്ടേ ഇല്ല, ലക്ഷ്യം ആ പയ്യനെ അറിയുന്നില്ല, പക്ഷേ അബദ്ധത്തിൽ സംഭവിച്ചു പോയി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസ് ചാർജ് ചെയ്തു. വിചാരണകൾ നടന്നു. വിചാരണകൾ പൂർത്തിയാകുമ്പോൾ സ്ത്രീയുടെ വിഷയത്തിൽ അവർ ബാധിക്കപ്പെട്ട സ്ത്രീ വിശാലത കാണിച്ചത് കൊണ്ട് നഷ്ടപരിഹാരം അവർ പറഞ്ഞ ഭീമമായ ഒരു തുക നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമായി. വിധി വന്നു. ആ വിധി നടപ്പിലാക്കി കഴിഞ്ഞ് അദ്ദേഹം ഇനി വാദി പോയി, അവർ പ്രശ്നങ്ങൾ പരിഹരിച്ചു, പണമെല്ലാം കൊടുത്തിട്ട് ഈ ചക്രവർത്തി ന്യായാധിപന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഗടാര ഒരു മേശപ്പുറത്ത് വെച്ചു. മൂർച്ചയുള്ള മിന്നും തിളങ്ങുന്ന വാള് ഈ ന്യായാധിപന്റെ മുമ്പിലേക്ക് വെച്ചിട്ട്, ഈ കേസ് നടത്തുമ്പോൾ നിങ്ങൾ എന്നോട് അല്പം പോലും അനുകമ്പ കാണിച്ചില്ലല്ലോ. ഈ കേസിന്റെ വിസ്താരത്തിൽ ഞാൻ ഈ രാജ്യത്തിന്റെ സുൽത്താനായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് മമത കാണിച്ചില്ല എന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ ഒന്നുകൂടി പറയുന്നുണ്ട്, ആ സ്ത്രീ വിശാലമായി നഷ്ടപരിഹാരം സ്വീകരിക്കാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുമായിരുന്നു എന്ന്. തിളങ്ങുന്ന വാൾ മുമ്പിൽ വെച്ചിട്ട് ഒരു സുൽത്താൻ ആ നാട്ടിന്റെ ന്യായാധിപനോട് ചോദിക്കുമ്പോൾ ആ ന്യായാധിപൻ പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അധികാരത്തിന്റെ വാൾമുനയെങ്ങും എന്റെ മുമ്പിൽ വിലപ്പോകില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ നിൽക്കേണ്ടി വരും. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കുഞ്ഞിനെ കൊന്നിട്ട് മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ആ നരകഹത്യക്ക് കേസുണ്ടായിട്ടുണ്ട് എങ്കിൽ ന്യായാധിപൻ എന്ന നിലയിൽ പടച്ചവന്റെ മുമ്പിൽ നിൽക്കാൻ ആ സ്ത്രീ നിങ്ങളുടെ ചോരയാണ് ആവശ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ വിധിക്കാനല്ലാതെ എന്റെ മുമ്പിൽ മാർഗമില്ലായിരുന്നു. നിങ്ങളുടെ ആയുധത്തെയും അധികാരത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് മറുപടി പറഞ്ഞ ആ ന്യായാധിപനെ ചേർത്ത് പിടിച്ചിട്ട്, നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഘടാർ നിങ്ങൾ നെഞ്ചിലിറക്കുമായിരുന്നു എന്ന്. അതാ അവർ രണ്ടുപേരും പറഞ്ഞത്. ഈ രാജ്യത്ത് നടന്നുപോയ സംഭവമാണ്. മുഗളന്മാരൊക്കെ ഈ രാജ്യത്ത് വരുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് നടന്നുപോയ സംഭവമാണ്. ആ രണ്ട് മനുഷ്യരെയും ചലിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. അവർ രണ്ടുപേരും ഇസ്ലാമിന്റെ വക്താക്കളാണ്. അതുകൊണ്ടാണ് ഈ നീതിയെക്കുറിച്ചുള്ള ദാഹം അവർക്കുണ്ടായിരുന്നത്, നീതിബോധമുണ്ടായിരുന്നത്. എന്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. ഒരു ചെറിയ അനീതി പോലും ഈ ഭൂമിയിൽ നടപ്പിലാക്കിയിട്ട് ഒരു മനുഷ്യനും പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയില്ല. എന്ന് അത് ഏറ്റവും വലിയ ഇരുട്ടാണ്, അള്ളാഹു വിടില്ല. അതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞ ഗൗരവത്തോടെ പറയാണ്, മനുഷ്യരെ അള്ളാഹുവിനോടൊപ്പം നിൽക്കാൻ. ഒരു പ്രശ്നം നടക്കുമ്പോൾ, ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം വരുമ്പോൾ, ഒരു വാദിയും പ്രതിയും നിൽക്കുമ്പോൾ അവിടെ രണ്ട് കക്ഷികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഒന്നെന്റെ മകനാണ് കുറ്റവാളി, എന്റെ മകൻ എന്നിരിക്കട്ടെ, എന്റെ മകനാണ് കുറ്റവാളി. ബാധിക്കപ്പെട്ടതോ ഒരു പാവപ്പെട്ട അന്യജാതിയിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഇവിടുത്തെ ആദിവാസി കുടുംബത്തിൽപ്പെട്ട ഒരു ദരിദ്രനായ ബാലൻ, അവന് ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് ഇവിടുത്തെ ന്യായാധിപൻ, എന്റെ മകനാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ ചെയ്യാനുള്ളത്? ഞാൻ നോക്കുമ്പോൾ എന്റെ മകൻ, എന്റെ ചോര, എന്റെ രക്തം, എന്റെ പ്രിയപ്പെട്ടവൻ, അവനെ രക്ഷിക്കുക എന്നതാണ് എന്റെ മനസ്സ് ആഗ്രഹിക്കുക. അതായിരിക്കും ഞാൻ പ്രവർത്തിക്കുക. അതുകൊണ്ട് ചെറിയ ഇളവുകൾ കൊടുത്തുകൊണ്ട് എന്റെ മകൻ രക്ഷിച്ചെടുക്കാൻ നോക്കും. പക്ഷെ മറുപക്ഷത്ത് നിൽക്കുന്നവൻ ദുർബലനായ ആദിവാസി ബാലൻ, അവന് പരാതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, നിസ്സഹനായി പടിയിറങ്ങേണ്ടി വരും. അല്ലടോ മനുഷ്യരെ, ഇവിടെ നമുക്ക് തെറ്റിപ്പോയി. ഇവിടെ നിൽക്കുന്നത് ആദിവാസി ബാലനല്ല, മറുഭാഗത്ത് നീതിക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നവൻ അള്ളാഹുവാണെന്ന്. അള്ളാഹുവിന്റെ പക്ഷം മുസ്ലിമിന്റെ പക്ഷമല്ല, അള്ളാഹുവിന്റെ പക്ഷം അറബികളുടെ പക്ഷമല്ല, അള്ളാഹുവിന്റെ പക്ഷം മുഹമ്മദിന്റെ പക്ഷമല്ല, അള്ളാഹുവിന്റെ പക്ഷം നീതിയുടെ പക്ഷമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ പക്ഷത്ത് നിൽക്കാൻ അതാ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി നിൽക്കാൻ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ പക്ഷത്ത് നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് നിങ്ങളുടെ ദേഹത്തിനായിരിക്കും, നിങ്ങൾക്കായിരിക്കും നഷ്ടമുണ്ടാവുക. അവിടെ നീതി നടപ്പിലായാൽ, ഈ നീതി ഇവിടെ നടപ്പിലായാൽ തടവിലാകുന്നത് ഞാനായിരിക്കും, നഷ്ടപ്പെടുന്നത് എന്റെ സമ്പാദ്യമായിരിക്കും, നഷ്ടം സംഭവിക്കുന്നത് എനിക്കായിരിക്കും, എന്റെ അഭിമാനം ക്ഷതം വരും ഇവിടെ നീതി നടപ്പിലായാൽ. അതുകൊണ്ട് ഞാൻ നീതിയെ മുമ്പിൽ കണ്ണടയ്ക്കാം, അനീതിക്ക് കൂട്ടുനിൽക്കാമെന്നൊരു മനുഷ്യൻ കണക്കാക്കിയാൽ അവൻ തള്ളിപ്പറഞ്ഞത് അള്ളാഹുവിനെയാണെന്ന്. അള്ളാഹുവിന്റെ പക്ഷമാണ് അവൻ തള്ളിക്കളഞ്ഞത്. അള്ളാഹുവിന്റെ പക്ഷം നീതിയുടെ പക്ഷമാണ്. എതിരെ നിൽക്കുന്നവന്റെ ജാതി പ്രശ്നമല്ല മനുഷ്യരെ, അവന്റെ ജാതിയെ പ്രശ്നമല്ല. അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കോട്ടമുണ്ടാക്കും. ഇവിടെ നീതി നടപ്പിലായാൽ നിങ്ങളുടെ മാതാപിതാക്കളെ ബാധിക്കും. ഇവിടെ നീതി നടപ്പിലായാൽ നിങ്ങളുടെ മക്കളെ ബാധിക്കും. ഇവിടെ നീതി നടപ്പിലായാൽ നിങ്ങളെ പ്രിയപ്പെട്ടവരെ ബാധിക്കും. ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ നീതിയുടെ പക്ഷത്തെ നിൽക്കാവൂ. കാരണം മറുപക്ഷത്ത് നീയോ നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ നിന്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ഈ പക്ഷത്ത് നിൽക്കുന്നത് അള്ളാഹുവാണെന്ന്. അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കാൻ. ഇനി മറുപക്ഷത്ത് നിൽക്കുന്നവൻ പ്രിയപ്പെട്ടവരല്ല, നിങ്ങൾക്ക് മുമ്പിൽ നീതിക്ക് വേണ്ടി അപേക്ഷിച്ച് നിൽക്കുന്നവൻ, നീതിക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നവൻ, അനീതിക്കിരയാക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരല്ല. എന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ ബദ്ധവൈരാഗികളാണ് നീതിക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്നത്. എന്നാൽ പോലും നോക്കൂ, അവിടെ നിങ്ങൾക്കെതിരിൽ നിൽക്കുന്ന ആള്, നീതി നിഷേധിക്കപ്പെട്ടവൻ, അനീതിക്കിരയായവൻ എന്റെ ശത്രുവാണ്.
അവൻ സംഘപരിവാർ കഴുത്തോഴനാണ്, സംഘപരിവാർ ആശയം കൊണ്ടു നടക്കുന്നവനാണ്, മുസ്ലിം വിരോധം കൊണ്ടു നടക്കുന്നവനാണ്. പക്ഷെ ഈ കേസിൽ അവൻ അന്യായക്കാരനാണ്, അവൻ അനീതിക്കിരയായവനാണ്. അവന്റെ ചരിത്രമല്ല ഇവിടെ പ്രധാനം, ഇവിടെ നീതി നടപ്പിലാകണം. വിശുദ്ധ ഖുർആൻ അവനോടുള്ള വെറുപ്പ്, ആ സമൂഹത്തോടുള്ള വെറുപ്പ്, പൂർവികരായ ആ സമൂഹത്തിന്റെ പാരമ്പര്യത്തിലുള്ള വെറുപ്പ് കാരണം ഒരു മനുഷ്യനോട്, ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തോട് അനീതി കാണിക്കാൻ ആ വെറുപ്പ് നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് തഖ്വ, അതാണ് തഖ്വ എന്ന് ഖുർആൻ. നോക്കൂ, നമ്മുടെ ശത്രുവാണ് ഇവിടെ നീതിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അവന് നീതി വേണം, അവൻ ശത്രു തന്നെയാണ്, പച്ചയായ ശത്രുവാണ്. അവൻ അമുസ്ലിമാണ്, അതോടൊപ്പം മുസ്ലിമുകളോട് വെറുപ്പ് വെക്കുന്നവനാണ്, അവൻ മുസ്ലിമുകളെ ആക്രമിക്കാൻ വേണ്ടി നടക്കുന്നവനാണ്. ആയിക്കോട്ടെ, അവന്റെ കുഞ്ഞിന് അവന്റെ വിഷയത്തിൽ ബാധിക്കപ്പെട്ട ഒരു വിഷയത്തിൽ അവന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ധാർമ്മികമായ ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ, അത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഗൗരവമുള്ള വിഷയമാണ്. ആ ധാർമ്മികത ജീവിതത്തിന്റെ ഉടനീളം പുലർത്തേണ്ടവരാണ് വിശ്വാസികൾ. അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടി നിലയ്ക്കാത്ത ശബ്ദമാകേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പും ശേഷവും തന്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് നീതിക്ക് വേണ്ടി ദാഹിക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിരുപാധികം ഏതൊരു സംഘടനയോടൊപ്പവും ചേർന്ന് പ്രവർത്തിക്കാൻ, ഏതൊരു സംഘത്തിനൊപ്പവും ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്, ജനങ്ങൾക്ക് നീതി കിട്ടുമെങ്കിൽ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിശബ്ദരായിരിക്കാൻ നമുക്ക് എന്തുണ്ട് ന്യായം? ഈ രാജ്യത്ത് ഈ 79ാമത് വാർഷികം ആഘോഷിക്കാനിരിക്കുമ്പോൾ നോക്കൂ, ഈ രാജ്യം തടവറയിലല്ലേ, അനീതിയുടെ തടവറയിൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം നീതിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ അനീതികൾക്കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നിശബ്ദത പാലിക്കാൻ, ഈ ശാന്തത കൈവടിയാതെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് എങ്ങനെ കഴിയുന്നത്? എങ്ങനെയാ സാധ്യമാകുന്നത്? ഇതൊക്കെ കൈവിടിഞ്ഞിട്ട് ശക്തമായ പ്രതിരോധങ്ങൾ ശബ്ദിക്കേണ്ടതില്ലേ നീതിക്ക് വേണ്ടിയിട്ട്? ഇവിടെ എന്ത് നീതി നടക്കുന്നത്? കാട്ടുനീതി. ഇവിടെ ജംഗൽ രാജ് എന്ന് പറയും പോലെ കാട്ടുനീതിയല്ല ഇവിടെ നടക്കുന്നത്. നമ്മളെ ഇവിടെ ഈ എൻആർസിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പൗരന്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളുമായി ഭരണകൂടങ്ങൾ വന്നപ്പോൾ ഭരണകൂടങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയ സമരക്കാർ, ആ സമരക്കാർക്ക് ഡൽഹി തെരുവോരത്ത് നേതൃത്വം കൊടുത്തവർ രണ്ടുപേര്, കനയ്യകുമാറും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദും, രണ്ടുപേരും രണ്ടവസ്ഥയിൽ ഇന്ന്. എന്തുകൊണ്ട്? ഒരാൾ MLA ആയി തുടരുന്നു, ഒരാൾ ഇന്നും തടവറയിൽ ജാമ്യമില്ലാതെ. ഉമർ ഖാലിദ് എന്ന പേരായതുകൊണ്ടോ, ഒരു മുസ്ലിം ആയതുകൊണ്ട് നീതിയില്ല അവന്? മുസ്ലിം ആയത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ചോദ്യമുയർത്തുന്നവർ അമുസ്ലിമോ ജാതിയോ മതമോ നോക്കുന്നില്ലല്ലോ. ജന്തർ മന്ദറിന്റെ തെരുവോരത്ത് ഈ രാജ്യത്തെ വിദ്യാഭ്യാസം അട്ടിമറിക്കപ്പെടുകയും അതിലൂടെ സംഘപരിവാർ അജണ്ടകൾ, ഒളി അജണ്ടകൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നതിന് ചോദ്യം ചെയ്യുന്നുണ്ട്. ജൻസികൾ, പുതിയ തലമുറ കോക്രോച്ച് പാർട്ടി എന്ന പേരിൽ ആശയവുമായി മുമ്പിലേക്ക് വന്ന് സമരത്തിനിറങ്ങുമ്പോൾ ആ സമരക്കാർക്ക് നേരെ ആണിതറപ്പിച്ച ദണ്ടുകൾ കൊണ്ട് ആഞ്ഞടിച്ചവർ ഗുണ്ടകളെ ഇറക്കിയിട്ടല്ലേ ആക്രമിക്കുന്നത്? പോലീസുകാരും ഗുണ്ടകളും ചേർന്ന് അതിക്രൂരമായി സ്ത്രീകളെ ക്രൂരമായി ബൂട്ടുകൊണ്ട് ചവിട്ടിമതിച്ചും അശ്ലീലമായി പദപ്രയോഗങ്ങൾ നടത്തിയിട്ടും ആഭാസതരമായുള്ള പെരുമാറ്റങ്ങളും അവർ ശരീരങ്ങളിൽ പിടിച്ചും അമർത്തിയും അവർ ക്രൂരമായി മർദ്ദിച്ചും എത്ര മോശമായ നിലയിലാണ് ഇവിടുത്തെ പോലീസുകാർ പോലും കടന്നുപോയത്. ഇവിടെ നീതിയുള്ളത്? എന്തിന് ഇവിടെ ആസൂത്രിതമായി കലാപം നടത്തിയിട്ട് മുസ്ലിം വീടുകൾ തിരഞ്ഞുപിടിച്ച് കയറി കൊള്ളയടിച്ച് മുസ്ലിം വീട്ടിലെ ആണിനെയും പെണ്ണിനെയും വൃദ്ധരെയും കുട്ടികളെയും വേട്ടയാടി ക്രൂരമായി കൊന്നവർ, അവർക്കെതിരെ എന്തെങ്കിലും നിയമം നടപ്പിലായിട്ടുണ്ടോ? ഇവിടെ നീതിയുള്ളത്? നിറഗർഭിണിയുടെ ഉദരം കുത്തി തുറന്നിട്ട് ചോരക്കുഞ്ഞിനെ വെളിയിലെടുത്ത് തൃശൂലത്തിൽ കുത്തിവെച്ച് ചാമ്പലാക്കി മാറ്റുമ്പോൾ ആ മനുഷ്യർ, ആ അക്രമം ചെയ്തവർക്കെതിരെ എന്ത് നീതിയാണ് ഇവിടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ അക്രമങ്ങളെ എങ്ങനെയാണ് ഇവിടെ ചോദ്യം ചെയ്തത്? വീട്ടിനകത്തിരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് മാംസം പുറത്തെടുത്തിട്ട് ഗോമാതാവിനെ കൊന്നു എന്ന് മുദ്രാവാക്യം വിളിച്ചൊരു വീട്ടുകാരനെ തല്ലിക്കൊന്നിട്ട് കൊന്നവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? എവിടെയാ നീതി? ആ നീതിക്ക് വേണ്ടിയാരാ ശബ്ദിച്ചത്? ഒരു അമ്പലത്തിനകത്തിട്ട് 8 വയസ്സുള്ള ഒരു ആസിഫ ബാനു എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ദിവസങ്ങൾ ബലാത്കാരം ചെയ്ത അവസാനം കല്ലെടുത്ത് തലക്കടിച്ച് കൊന്നിട്ട് പട്ടിണിക്കിട്ട ആ പിഞ്ചോമന കുഞ്ഞിനെ ക്രൂരമായി മാറി പ്രായഭേദമന്യുള്ള കാബാലികന്മാർ ബലാത്സംഗം ചെയ്തിട്ട് അത് ക്രൂരമായി തലയ്ക്ക് കല്ലടിച്ചു കൊന്ന ആ പെൺകുഞ്ഞിന്റെ വിഷയത്തിൽ എന്ത് നീതിയാണ് ഇവിടെ നടപ്പിലായിട്ടുള്ളത്? നീതി മാറി നിൽക്കല്ലേ ജനങ്ങളുടെ മുമ്പിൽ? നീതി നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുർആന്റെയും അധ്യാപനങ്ങൾ അതിന്റെ ആഴത്തിൽ പഠിച്ചു നോക്കൂ. പണ്ഡിതന്മാർക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു മുസ്ലിം ഭരണകൂടം അവർ അനീതിയുമായി മുന്നോട്ട് പോകുന്ന പക്ഷം ആ ഭരണം തുടരില്ല. കാരണം അവർ ഭരിക്കുന്നത് അല്ലാഹുവിനെതിരാണ്, അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവൻ പടച്ചവനാണ്. എന്നാൽ അമുസ്ലിം ഒരു സൊസൈറ്റി,
അമുസ്ലിമീങ്ങളുടെ ഒരു ഭരണകൂടം അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ അവർ നീതിയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഭരിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യത ഏറ്റെടുക്കും. അവർ പിന്നെയും തുടരുമെന്ന്. അത് നീതിയാണ് പ്രധാനം. ജാതിയും മതവും ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ നീതി പ്രധാനമാണ്. മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നതല്ല. നീതി നടപ്പിലാക്കപ്പെടണം. അനീതി നടപ്പിലാക്കപ്പെടുമ്പോൾ അതെന്ത് ചെയ്യും? ഒരു സമൂഹത്തിലുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ, സമൂഹത്തിൽ അടിഞ്ഞുകൂടുന്ന അരാജകത്വങ്ങളും അധാർമികതകളും ഒരു സമൂഹത്തിന് സർവ്വതരത്തിലുള്ള കെട്ടുറപ്പ് നശിപ്പിക്കും. സമാധാനം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം ഉണ്ടാവില്ല. അസമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ ഈ രാജ്യത്തിന്റെ നീതിക്ക് വേണ്ടി ജനങ്ങൾ ദാഹിക്കുമ്പോൾ ഒരു കീഴ്ജാതിക്കാരന് നീതിയില്ല. വലിയവനും ചെറിയവനും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, വലിയവനും ചെറിയവനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാലും ആ വലിയവനെ സംരക്ഷിക്കുന്നതാണ് നിയമം. നിയമം എന്തിനു മനുഷ്യരെ? എന്തിനാ നിയമങ്ങൾ ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് ഈ സംവിധാനങ്ങൾ മുഴുവനും? എന്തിനാ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാ പോലീസുകാർ? എന്തിനു വേണ്ടിയാ പട്ടാളക്കാർ? എന്തിനു വേണ്ടിയാ ഈ വക്കീലന്മാർ? എന്തിനു വേണ്ടിയാ ന്യായാധിപന്മാർ? എന്തിനു വേണ്ടിയാ ഇത്രയും കോർട്ടുകൾ? എന്തിനു വേണ്ടിയാ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന പൊതുതത്വം അംഗീകരിക്കാൻ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അതല്ല മനുഷ്യർ കയ്യൂക്കിന്റെ ബലത്തിൽ ഒരു കാടൻ നിയമങ്ങൾ സാധാരണക്കാരനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി താഴെ തട്ടിലുള്ളവന് നീതിക്ക് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ വെച്ചത്. പക്ഷേ ഇതുകൂടി ഇന്ന് ബാധ്യതയായിട്ടുണ്ട്. ഇതുകൂടി, ഈ സംവിധാനങ്ങൾ കൂടി സാധാരണക്കാരന് ബാധ്യതയായി മാറിയിരിക്കുന്നു. സാധാരണക്കാരൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉടനടി ആക്ഷൻ. നോക്കൂ, ഈ രാജ്യത്തെ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു സമൂഹം നടത്തിയ സമരത്തിന്റെ വിഷയത്തിൽ ഒരാൾ ഇപ്പൊ ടി ജി മോഹൻദാസ് നടത്തിയ പ്രഖ്യാപനം എത്ര പച്ചയായ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അയാൾ എത്രയോ മനുഷ്യർ ഈ കലാപം നടത്തണം, മുസ്ലിമീങ്ങളെ കൊല്ലണം, ഇങ്ങനെ പച്ചയ്ക്ക് മുസ്ലിമീങ്ങളെ കൊന്നിട്ട് കലാപം നടത്തിയിട്ട് മസ്ജിദുകൾ തകർത്തിട്ടല്ലാതെ ഹിന്ദുവിന് മോചനമില്ല എന്ന് പച്ചയ്ക്ക് പ്രസംഗിച്ചവർ എത്രയോ മനുഷ്യർ, എത്രയോ ഘട്ടങ്ങളിൽ നടപടിയില്ല ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ അതൊന്നുമില്ല. ഇവിടെ സമരത്തിലിരുന്നവരെ, ആ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യണം, അത് അവർ ഇഷ്ടപ്പെടുന്നവരാണെന്നും അവരെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് ജന്തർ മന്ദർ മൈതാനിയിൽ ശവക്കൂനകൾ ഉണ്ടാകുമ്പോൾ ആ ശവക്കൂനകൾ പെറുക്കിയെടുത്ത് ഡൽഹി തെരുവോരങ്ങൾ ശുദ്ധികാശം നടത്തേണ്ടിയിരുന്നു, ഞാൻ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഒരു മനുഷ്യന്റെ ധാർഷ്ട്യത്തോടു കൂടി പറയുമ്പോൾ അയാൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ, ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കാൻ വകുപ്പില്ല. ഈ ഫാസിസം നിങ്ങളെ വീട്ടുപടിക്കൽ വരും. ഈ ഫാസിസം ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും സമാധാനം തല്ലിക്കെടുത്തുമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ ശബ്ദിച്ചതുകൊണ്ട് മാത്രം 20 വർഷക്കാലത്തോളം ജയിലിൽ കഴിഞ്ഞു പോയത് അബ്ദുൽ നാസർ മഅ്ദനി പണ്ഡിതനാണ്. ആ മനുഷ്യൻ എവിടെ ആയുധമെടുക്കാൻ പറഞ്ഞത്? ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ന്യൂനപക്ഷങ്ങളെയോ വേട്ടയാടണമെന്ന്, ഭൂരിപക്ഷങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾ ആയുധമെടുക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു പ്രഭാഷണം പോലും അങ്ങനെ കാണിക്കാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞതെല്ലാം ഫാസിസം വളർന്നുകൊണ്ടിരിക്കുന്നു. അവർ നമ്മളെ വീട്ടുപടിക്കലേക്ക് വരും. ചെറുക്കപ്പെടേണ്ടതുണ്ട്. ഈ വിഷപ്പല്ലുകൾ പറിക്കേണ്ടതുണ്ട്. കൂർത്ത നഖങ്ങൾ പറിക്കേണ്ടതുണ്ട്. അവരെ ദംശങ്ങളും കൊമ്പുകളും ഒടിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ ഓരോ വീട്ടിലേക്കും കടന്നു വരും. ഈ രാജ്യത്തിന്റെ സന്തുലിതം തകർക്കപ്പെടുമെന്ന് ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു പോയതിന്റെ പേരിൽ ഇന്നും നിരപരാധി. ഒരു വിചാരണകൾ പൂർത്തിയാക്കി ഒരു കേസിൽ അദ്ദേഹം നിരപരാധി. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഇന്നും അദ്ദേഹത്തിന് തെളിവുകളില്ല. എന്നിട്ടും 20 വർഷക്കാലം ഒരു മുസ്ലിം പണ്ഡിതനെ തടവറയിൽ വെക്കുമ്പോൾ അതിനേക്കാൾ കാട്ടാളമായ ആശയങ്ങൾ പറയുന്ന, ജനങ്ങളെ കൊല്ലാനും കലാപത്തിനും ആഹ്വാനം ചെയ്യുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, ഒരു സമുദായം മുഴുവൻ നെഞ്ചിലേറ്റുന്ന, അവരാദരിക്കുന്ന അള്ളാഹുവിനെയും റസൂലിനെയും അപകീർത്തിപ്പെടുത്തുന്ന, മുസ്ലിം സമൂഹത്തിന്റെ വികാരങ്ങളെ തൊട്ടുനോവിക്കുന്ന ഒരു മനുഷ്യനെതിരെ പോലും നിയമപരമായ ഒരു നടപടി പോലും സ്വീകരിക്കാൻ ഇവിടുത്തെ നിയമഭാഷ തയ്യാറാകുന്നില്ലെങ്കിൽ എന്ത് നീതിയാണ് ഇവിടെ നടപ്പിലാകുന്നത്? ഈ അനീതിക്കെതിരെ ശബ്ദിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഓരോ പൗരനുമില്ലേ? ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ, മുസ്ലിം എന്ന നിലയിൽ, മനുഷ്യരെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവരുടെയും ആവശ്യമാണ് ഇവിടെ നീതി നടപ്പിലാക്കപ്പെടുക എന്നുള്ളത്. അവിടെയാണല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിന് പൂർത്തീകരണം ഉണ്ടാവുക. ജസ്റ്റിസ് ഇല്ലാതെ, ലിബർട്ടി ഇല്ലാതെ, അതോടൊപ്പം തന്നെ ഇക്വാലിറ്റി ഇല്ലാതെ, ഈ മൂന്നും അംഗീകരിക്കപ്പെടാതെ, സ്വാതന്ത്ര്യവും സമത്വവും അതോടൊപ്പം നീതിയും, ഈ മൂന്നും നടപ്പിലാക്കപ്പെടാതെ ഇന്ത്യ എന്ന ആത്മാവിന് പോലും ചലനം ഉണ്ടാവില്ല. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ആത്മാവിന് ജീവൻ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണ്ടേ നമ്മൾ? ഇത് തകർക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ഓരോ പൗരന്റെയും ബാധ്യതയല്ലേ? അപ്പൊ ഈ വിധത്തിലാണ് അനീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരുപാട് പറയാൻ. അനീതി നമുക്കെതിരെ മാത്രമല്ല, ഏത് സമുദായത്തിനെതിരെ നടന്നാലും, ഏത് സമുദായത്തിനെതിരെ നടന്നാലും ആ അനീതിക്കെതിരെ ശബ്ദിക്കേണ്ട ആദ്യത്തെ നാവ് മുസ്ലിമിൻ്റെതായിരിക്കണം.
മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി ശബ്ദിച്ചതുപോലെ മദീന കാലഘട്ടത്തിലും ശബ്ദിച്ചതുപോലെ എന്നും നിലയ്ക്കാതെ നമ്മുടെ കാതുകളിൽ വിശുദ്ധ ഖുർആൻ ശബ്ദിക്കുന്നത് പോലെ നീതിക്ക് വേണ്ടി ശബ്ദം കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെ ഗൗരവം ബോധ്യപ്പെടുത്തിയ ഒരുപാട് മുഹൂർത്തങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയതാണ്. എത്രത്തോളം എന്ന് പറയുമ്പോൾ രണ്ട് മക്കളുള്ള ഒരു പിതാവ് രണ്ടിൽ ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുത്താൽ അത് അനീതിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് മക്കളുള്ള ഒരു പിതാവ്, രണ്ട് മക്കളും എൻ്റേതാണ്, രണ്ട് മക്കൾക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അവരെ ചിലവ് നോക്കുന്നതും ഒക്കെ ഞാനാണ്. അതുകൊണ്ട് ഒരു ദിവസം എൻ്റെ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഒരാൾക്ക് വാങ്ങി എന്ന നിലയിൽ വാങ്ങിക്കൊടുത്താൽ അത് അനീതിയാണ്. ആ അനീതി നടക്കുമ്പോൾ കിട്ടിയവനുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വിശുദ്ധ ഇസ്ലാം പരിഗണിക്കുന്നത് ആ സമ്മാനം കിട്ടാതെ ആ ഒരു നിമിഷം കടന്നു പോകേണ്ടി വരുന്ന അടുത്ത ഒരു ജന്മത്തെയാണ്. ആ അനീതി ഭൂമിയിൽ നടക്കാനേ പാടില്ലെന്നാണ്. ഒരു വീട്ടിനകത്ത് പോലും അത്തരം അനീതി നടക്കാൻ പാടില്ലെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു കാർക്കശ്യമായ നിലപാട്. അപ്പോൾ ഇത്രത്തോളം ഗൗരവമുണ്ട് ഈ വിഷയത്തിൽ, നീതിയുടെ വിഷയത്തിൽ. ഇത്ര ചെറിയ കാര്യം, വളരെ ചെറിയ കാര്യമാണിത്. ഒരു മൂത്ത മകന് കൊടുത്തു, ഇളയ മകന് പിന്നെ ഒരു അവസരത്തിലാവട്ടെ എന്ന് കണക്കാക്കിയാൽ അത് ആ സമയത്ത് അവന് കൊടുത്തതിൽ ഒരുപക്ഷെ മറ്റേയാളിന് എതിർപ്പ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്നാൽ പോലും ആ ഒരു കുരുന്ന് മനസ്സിലുണ്ടായേക്കാവുന്ന ഒരു നീതി നിഷേധത്തിൻ്റെ ഒരു ബോധമുണ്ടല്ലോ, അതുണ്ടാക്കുന്നൊരു മാനസികമായ പരിക്ക്, അതിന് പരിഗണിക്കുന്ന വിശുദ്ധ ഇസ്ലാം. അത് ലോകത്ത് എവിടെയും സർവ്വവ്യാപിയായി നിൽക്കുന്നൊരു വിഷയമാണ്. എല്ലാം ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും റസൂലിന് മുമ്പിൽ വന്ന വലിയൊരു കേസിൽ പ്രമാണിയായ കുടുംബത്തിലെ സ്ത്രീക്ക് വേണ്ടി പ്രത്യേകം ശുപാർശകൾ വന്ന് വിട്ടുവീഴ്ച വേണം. കട്ട കേസാണ്, കട്ടതിൻ്റെ പേരിൽ കൈവെട്ടുന്ന നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. പക്ഷേ എന്നാലും കുടുംബത്തിൽ പിറന്നൊരു പെണ്ണാണ്, പാരമ്പര്യമുള്ള കുടുംബമാണ്. ആ പെണ്ണിൻ്റെ കൈവെട്ടുക എന്നുള്ളത് ഒരു കാരണവശാലും ആ കുടുംബത്തിൻ്റെ അഭിമാനത്തിന് ചേർന്ന പരിപാടിയിൽ. അതിന് റസൂലിന് മുമ്പിൽ ഒരുപാട് റെക്കമെൻഡേഷൻ വന്നു, ഒരുപാട് പേര്. റസൂല് പറഞ്ഞ പ്രതികരണം എന്നുള്ളത് അത് വെറും വാക്കായിട്ട് കേട്ടാൽ നമുക്കത് അത്ര വാക്കായിട്ട് തോന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു പ്രയോഗം എന്നുള്ളത് റസൂല് സത്യസന്ധമായി പറഞ്ഞൊരു വാക്ക്, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ ആ കൈ ഞാൻ വെട്ടുമെന്നാണ്. എൻ്റെ മകൾ ഫാത്തിമ എന്ന് റസൂല് പറയുന്നിടത്ത് നമുക്ക് ആ ഫാത്തിമയുടെ കൈ വെട്ടിയാൽ നമുക്കിപ്പോൾ എന്ത് എന്ന മനോഭാവം നമുക്കുള്ളത്. അങ്ങനെ ആലോചിച്ചാൽ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ന് നമുക്ക് സ്വന്തം മക്കളുണ്ടല്ലോ, ആ മക്കളുടെ നഖമൊന്നും മുറിഞ്ഞാൽ പോലും സഹിക്കാത്തവരാ നമ്മൾ. ആ മക്കളുടെ നഖം പോയിട്ട് ഒരു വിരലിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഏത് വിഷയത്തിലാണെങ്കിലും, എത്ര വലിയ അപരാധം ചെയ്തിട്ടാണെങ്കിലും, എത്ര വലിയ അതെൻ്റെ മകളാണ്, അവളെ രക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്ന് നമ്മൾ ആലോചിക്കുക. സ്വന്തം മകളുടെ ഒരു നഖം പോയിട്ട്, ഒരു വിരൽ പോയിട്ട് ഒരു നഖം പോലും മുറിഞ്ഞു പോകുന്നതിന് ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്തവർ നമ്മൾ. അങ്ങനെ അത്തരം ഒരു നിലപാട് നമ്മൾ നിൽക്കുമ്പോഴാണ് റസൂല് പറയുന്നത് കട്ടത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ കൈ ഞാൻ വിട്ടുവെന്ന്. എൻ്റെ മകനാണ് കട്ടതെങ്കിൽ ആ കൈ ഞാൻ വെട്ടുമെന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിലപാടെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടാവുമെങ്കിൽ അതിൻ്റെ പേരാണ് നീതിബോധം. അതിൻ്റെ പേരാണ് നീതിബോധം എന്നുള്ളത്. രാജ്യത്ത് നിയമങ്ങൾക്ക് കുറവില്ല, ന്യായാധിപന്മാർക്ക് കുറവില്ല, നിയമ സംവിധാനങ്ങൾക്ക് കുറവില്ല, അത് കണക്ക് നിയമസ്ഥാപനങ്ങൾക്ക് കുറവില്ല, എല്ലാം ധാരാളം ഇവിടെയുണ്ട്. പക്ഷെ നീതിബോധമുള്ള ന്യായാധിപന്മാർ ഇല്ലാതെ പോയി എന്നതും നീതിബോധമുള്ള പൗരന്മാർ രാജ്യത്ത് ആ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നില്ല എന്നതുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശോചനീയമായ അവസ്ഥയുടെ കാരണം എന്നുള്ളത്. നീതിബോധമുള്ള ന്യായാധിപന്മാരില്ല. ഈ പണത്തിന് മുമ്പിൽ മറിയാത്ത, പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ മറിയാത്ത, മതപരമായ വർഗീയതയ്ക്ക് മറഞ്ഞു പോകാത്ത നീതിബോധമുള്ള ന്യായാധിപന്മാരാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ മനോവികാരങ്ങൾ കൂടി ആവശ്യമുണ്ട്. തെരുവോരങ്ങളിൽ ഒരു കാരണവശാലും ഈ മധ്യവയസ്കരുടെ അവധാനതയും പക്വതയും കൊണ്ട് ലോകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. യുവത്വത്തിൻ്റെ ആവേശമുണ്ടല്ലോ, ആ ആവേശം കൊണ്ടാണ് ചടുലമായ മാറ്റങ്ങൾ സമൂഹത്തിൽ പെടലപ്പെട്ടെന്നുണ്ടാവുന്നത്. ഇരുട്ടി വെളുക്കുന്നത് പോലെ യുവത്വം ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ, നീതിക്ക് വേണ്ടി അവർ ദാഹിച്ചുകൊണ്ട് തെരുവിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാജ്യത്ത് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകും. നീതിയും സമാധാനവും സുരക്ഷിതവുമുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ വാർത്തെടുക്കാൻ ഈ രണ്ട് കൂട്ടർക്ക്, നീതിബോധമുള്ള ന്യായാധിപന്മാർക്കും നീതി ദാഹിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.